ഹലോ ഗൈസ്, വെൽക്കം ടു ക്യാഷ് ട്രോളർ മൂവി മീഡിയ. ഇന്ന് ഇവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന പടത്തിൻ്റെ പേര് ഒരു ജാതി ജാതകം. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് വിനീത് ശ്രീനിവാസൻ, ഇന്ദു തമ്പി, മീൻസ് 18 ഹവേഴ്സിലെ ഒരു ലീഡ് ക്യാരക്ടർ ചെയ്താണ്. പക്ഷേ ആ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതെന്തരോട്ടെ. പിന്നെ നിഖില വിമലാസ കേമിയോ, വിധു പ്രതാപാസ കേമിയോ, പിന്നെ നമ്മുടെ ജയ് ജയ് ഹേ അല്ല, ഗുരുവായൂരമ്പല നടയിൽ ബേസിലിൻ്റെ അപ്പനായിട്ട് അഭിനയിച്ച ആൾ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ കൈത് ലോഹർ ഉണ്ട്, പിന്നെ ബാബു ആൻ്റണി ഉണ്ട്. ഇവരൊക്കെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചവരായിട്ട് എനിക്ക് അറിയാവുന്നുള്ളൂ. ബിനിഷ തല് പറഞ്ഞ കേമിയോ, വേറെ ആരുടെയും പേര് എനിക്ക് അറിഞ്ഞൂടെ ഈ സിനിമയിൽ അഭിനയിച്ചവരുടെ. പിന്നെ പടം ഡയറക്റ്റ് എം മോഹനൻ എന്ന് പറഞ്ഞൊരു ഡയറക്ടറാണ്. മീൻസ് കഥ പറയുമ്പോൾ മാണിക്കക്കല്ല്, പിന്നെ അരവിന്ദൻ്റെ അതിഥികൾ, ഈ 3 പടം ഡയറക്റ്റ് ചെയ്ത് അങ്ങേരാട്ടോ. ഈ 3 പടം ഞാൻ അങ്ങേരുടെ കണ്ടിട്ടുള്ളൂ. ഇതും കൂടി ചേർക്കുമ്പോൾ 4 എന്നാണ് പറയാം. ഇനി എൻ്റെ ഡയറക്ടറാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ സൂപ്പർബ് ഫൺ ഫിൽഡ് കോമഡി എൻ്റർടൈനർ എന്ന് തന്നെ പറയാൻ പറ്റിയൊരു സിനിമ. ഈ വർഷത്തെ ബെസ്റ്റ് മൂവി എന്നൊന്നും പറയാത്തില്ല. ഇനിയും ഒരുപാട് പടം ഇറങ്ങാനുണ്ട്. വാർ 2 വരാനുണ്ട്, എമ്പുരാൻ ഇറങ്ങാനുണ്ട്, കോല് വരാനുണ്ട്, അങ്ങനെ ലോട്ട് ഓഫ് വരാനിരിക്കുന്നുണ്ട്. പിന്നെ ദുരന്തർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇങ്ങേറെ ഒരു പടം വരാനുണ്ട്, രൺവീർ സിംഗിൻ്റെ. അത് ഞാൻ കട്ട വെയിറ്റിംഗ് ആണ്. പിന്നെ അതും വേറെ ഈ വർഷമാണ് അടുത്ത വർഷമാണ് പറഞ്ഞവിടെ എന്തായാലും ഇറങ്ങട്ടെ കാണാൻ. പിന്നെ രാമായണത്തിൽ എനിക്ക് എത്രയൊന്നും ഇതില്ല, ഹൈപ്പില്ല, അത് വേറെ കാര്യം. കാരണം സൈപ്പല്ലവി ഉള്ളതുകൊണ്ടാണെന്നൊന്ന് വിചാരിച്ചു. പിന്നെ അതിലോട്ട് പിന്നെ അതിൻ്റെ കാസ്റ്റിംഗ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ അതിന് ഹൈപ്പ് കൊടുക്കാത്തത് ആദ്യം ജോലിയാവുന്നു പേടിച്ചിട്ടാണ്, അത് വേറെ കാര്യം. അതിലോട്ട് ഈ പടത്തിലോട്ട് എടുക്കാം. ഈ പടത്തിൽ പെർഫോം ആദ്യം തൊട്ട് അവസാനം വരെ കോമഡിക്ക് ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല ഈ സിനിമ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മീൻസ് കോമഡി ആണെങ്കിലും ഡയലോഗ് ഡെലിവറി ആണെങ്കിലും എന്തായാലും ഈ സിനിമയിൽ ഈ സിനിമയുടെ സ്റ്റോറി അനുസരിച്ച് തന്നെ കൊടുത്തിട്ടുണ്ട് ഡയറക്ടർ എം മോഹനൻ. അതിൽ എനിക്ക് സന്തോഷമുണ്ട്. മീൻസ് ഇങ്ങനത്തെ ഒരു പടം ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും, മലയാളത്തിൽ ഒരുപാട് നമ്മൾ കാണുന്നുണ്ടെങ്കിലും പോലും ഇറ്റ്സ് പുതിയൊരു സ്ക്രീൻ പ്ലേയിൽ മീൻസ് ഇപ്പോഴത്തെ ജനറേഷൻ വെച്ച് നോക്കുമ്പോൾ അവർക്കൊരു ഇതാണ്. ഞാൻ പറഞ്ഞില്ല, ഇങ്ങനത്തെ പടങ്ങൾ കുറച്ച് നമ്മൾ മലയാളത്തിൽ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ എനിക്ക് ഞാൻ ഇതിങ്ങനത്തെ കുറച്ചേ കണ്ടിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു സംശയം. ശരിയാണെങ്കിൽ അങ്ങനെ ആയിരിക്കുള്ളൂ. എന്തെങ്കിലും ആവട്ടെ, പെർഫോമൻസ് വൈസ് നല്ലൊരു സിനിമ. ആദ്യം തൊട്ട് അവസാനം വരെ നല്ല ഞാൻ വീണ്ടും പറയണം, ചിരിക്കാനുണ്ട്, ആസ്വദിക്കാനുണ്ട്, എല്ലാം ഉണ്ട്. കറക്റ്റ് പറഞ്ഞാൽ ഒരു മസ്റ്റ് വാച്ച് പടം എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ സമയം കിട്ടുകയാണെങ്കിൽ കണ്ടു നോക്കാം, അത്രേ ഞാൻ പറയുള്ളൂ. പിന്നെ ഈ പടത്തിൽ സോങ്സ് ആര് ചെയ്ത് എനിക്ക് അറിഞ്ഞൂടാ, അത് സൂപ്പർ സോങ്സ് ആൻഡ് BGM. പിന്നെ ഞാൻ പറഞ്ഞല്ലേ, ഇതിൽ ക്യാമിയോ എന്ന് പറയണത് വിധു പ്രതാപുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ വന്നിട്ട് ഒരു സ്വപ്നം കണ്ടാന്നും പറഞ്ഞിട്ട് കാണിച്ചിട്ട് അങ്ങേരെ പോകും കാണിക്കും. പിന്നെ ഇഷ തൽവാർ ആണെങ്കിൽ ലാസ്റ്റ് അവറാകുമ്പോൾ ഒരു സീനിന് വരും, എന്നിട്ട് ഇങ്ങനെ മൂക്കിലോട്ട് ഒറ്റടി നമ്മളെ വിനീത് ശ്രീനിവാസൻ്റെ അങ്ങനെ പോകും. പക്ഷേ ക്യാമറയൊക്കെ നല്ലതായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവരുണ്ട് കേട്ടോ, നമ്മുടെ എന്താണ് അവരുടെ ശരിക്കുള്ള പേര് ഞാൻ മറന്നുപോയിട്ട്, നമ്മുടെ കമ്മട്ടിപ്പാടത്തിൽ ദുൽഖറിൻ്റെ നായകരുടെ ആ കൊച്ച് ഈ സിനിമയിലുണ്ട് കേട്ടോ, ഒരു റോൾ ചെയ്തിട്ടുണ്ട്. അത് നല്ലതായിട്ട് ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയാം. പിന്നെ കൈത് ലോഹറിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഡ്രാഗൺ സിനിമയിലാണ്. വേറെ ഒരു പടം ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇവരെ കുറിച്ച് വലുതായിട്ട് അറിയാൻ പോലും ഇല്ല. പിന്നെ ഇപ്പോൾ ഇവരുടെ ലേറ്റസ്റ്റ് വർക്ക് നോക്കിയപ്പോൾ എന്തോ രവിതേജയുടെ അവിടെ എന്തോ ചെയ്യണമെന്ന് എന്തോ ഒരു റൂമർ കേൾക്കുന്നുണ്ട്. എന്തായാലും അത് നല്ലതായിട്ട് വരട്ടെ എന്ന് വിചാരിക്കണം. എന്തോട്ടെ. പിന്നെ പടത്തിൻ്റെ സ്റ്റോറി എന്തരാന്ന് വെച്ചാൽ ഒന്നുമില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ
ഒരു വിനയ് ശ്രീനിവാസൻ്റെ ക്യാരക്ടർ ഇങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ടാവും. ആ കണ്ടീഷൻസിനനുസരിച്ചുള്ള പെണ്ണിനെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഒരു നെഗറ്റീവ് കാണുന്നു. എന്നിട്ട് നിങ്ങൾ ഇത്ര അക്ഷരമുള്ള ആളാണ് കെട്ടാൻ പോണത്, നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, അസാധാരണമായിട്ടുള്ള ഒരവസ്ഥയിലായിരിക്കും നിങ്ങളുടെ കല്യാണമൊക്കെ നടക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതേപോലെ നടക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതേപോലെ നടക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകുന്നതൊക്കെയുള്ളതാണ് സിനിമയുടെ സ്റ്റോറി ആയിട്ട് പറയുന്നത്. എന്നിട്ട് അയാളെ കെട്ടി അതൊക്കെയാണ്, എന്നിട്ട് അങ്ങനെ ആ കണ്ടീഷൻസൊക്കെ വിട്ടോ, അതൊക്കെയാണ് സിനിമയുടെ സ്റ്റോറി ആയിട്ട് വരുന്നത്. അത് നല്ല സ്ക്രീൻ പ്ലേ വൈസും സിനിമാറ്റോഗ്രാഫിയും എഡിറ്റിംഗ് ഒക്കെ ആര് ചെയ്തെന്നില്ല എനിക്ക് അറിഞ്ഞൂടാ. ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ആര് ചെയ്തെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ സിനിമയിൽ ആകെ എനിക്ക് അറിയാവുന്നത് ഒന്ന് ഡയറക്റ്റ് ചെയ്യാൻ മോഹനനാണെന്നുള്ള കാര്യം മാത്രമാണ് എനിക്ക് അറിയാവുന്നത്. പിന്നെ ഇതിൻ്റെ കാസ്റ്റിങ്ങും വേറെ ഒന്നും എനിക്ക് ഇതിനെക്കുറിച്ച് വലുതായിട്ട് അറിഞ്ഞൂടാ. ഞാൻ ടെലിഗ്രാമിൽ ഡൗൺലോഡ് ചെയ്തതാണ് കണ്ടത്. ടെലിഗ്രാമിൽ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് സോറി. പിന്നെ എന്തായാലും അടുത്ത റീമേക്ക് കമ്പാരിസൺ എന്തായാലും 26-ാം തീയതി നിശ്ചയിച്ച തീയതി, അത് 26 തന്നെ വരും. അതിനൊരു സംശയവും വേണ്ട. പിന്നെ ഞാനൊരു മാർച്ചിൽ ആ ലൈവ് മാർച്ചിൽ വരുമോ അല്ലെങ്കിൽ ഏപ്രിൽ സ്റ്റാർട്ടിങ്ങിലോട്ട് വരുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒന്നുമില്ല, ഉപ്പുമുളകിൻ്റെ ഒപ്പീനിയനാണ് ഞാൻ ലൈവായിട്ട് എടുക്കണമെന്നൊരാഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് അത് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മതി. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയുക, കമൻറ്റ് ബോക്സിൽ പറയണം പ്ലീസ്. ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. പിന്നെ പണ്ട് ഞാൻ ഒരു ജനുവരി സമയത്താണെന്ന് തോന്നുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാസ്ട്രോൾഡർ മൂവി അവാർഡ്സ് എന്ന് പറഞ്ഞ ടൈപ്പ് ഒരു സാധനം ലൈവായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യം ഞാൻ മറന്നിട്ടൊന്നുമില്ല. അത് വരും, ഏപ്രിൽ അല്ലെങ്കിൽ മെയ്യിലായിട്ട് വരും. അത് എൻ്റെ ഉറപ്പ്. കറക്റ്റ് ഡേറ്റ് ഞാൻ പതുക്കെ പറയാം. മാർച്ച് 26-ന് ശേഷം ഞാൻ പറയുന്നതാണ്. എന്തായാലും എനിക്ക് ഈ സിനിമയെക്കുറിച്ച് ഇത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് അമർത്തി സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ. ഡെൽറ്റ വസ്കസ്.